Hi all, welcome back to Xylem Languages. I am Parvati Baburaj, faculty at Xylem Languages. So we are again back. And in the we discuss the topic in the delivery skills in presentation. So you know what is presentation, right? Presentations and you working professional you student okay, presentations are day to day നമ്മൾ വർക്കിൻ്റെ അല്ലെങ്കിൽ കരിയറിൻ്റെയൊക്കെ ഭാഗമാണ് അല്ലേ പ്രസൻറ്റേഷൻസ് എടുക്കുക എന്നുള്ളത്. യെസ്, സോ പ്രസൻറ്റേഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡെലിവറി സ്കിൽസ് ആണ്, നമ്മളുടെ ഡെലിവറി എങ്ങനെയാണ് എന്നുള്ളത്. സോ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രസൻറ്റേഷൻസ് എത്ര ഇഫക്റ്റീവ് ആണ് എന്ന് പറഞ്ഞാലും, ലൈക്ക് ഞാൻ പറയുന്നത് ടോപ്പിക് വൈസ്, കോണ്ടൻറ്റ് വൈസ് എത്ര റിച്ച് ആണെന്ന് പറഞ്ഞാലും നമ്മളുടെ ഡെലിവറി സ്കിൽസ് അത്രയും ഇഫക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഓഡിയൻസിനെ ഗ്രാബ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ആക്ച്വലി ഇറ്റ്സ് യുവർ ഡെലിവറി സ്കിൽസ് ദാറ്റ് ആക്ച്വലി ബ്രേക്സ് ഓർ മേക്സ് യുവർ പ്രസൻറ്റേഷൻ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡെലിവറി സ്കിൽസ് ആണ് നമ്മളുടെ പ്രസൻറ്റേഷനെ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആക്കുന്ന ഒരു മേജർ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡെലിവറി സ്കിൽസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്, അതുപോലെ തന്നെ വാട്ട് ആർ ദ ബേസിക് തിങ്സ് ദാറ്റ് യു ഹാവ് ടു കൺസിഡർ വെൻ യു ടേക്ക് പ്രസൻറ്റേഷൻസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ലെറ്റ്സ് സീ വൈ ഡെലിവറി മാറ്റേഴ്സ്. ഡെലിവറി സ്കിൽസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. So you can see, great content isn't enough. Delivery brings your message to life. Yes. So നമ്മൾ ഡെയിലി കാണുന്നതാണ് അല്ലേ, ഒരു തീരെ കുറവ് ടോപ്പിക് ആണെങ്കിൽ പോലും, സപ്പോസ് 1-2 സ്ലൈഡ്സിൻ്റെ കോണ്ടൻറ്റ് നമ്മളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ പോലും, ഇഫ് യു ഹാവ് ഇനഫ് ഡെലിവറി സ്കിൽസ്, നമുക്ക് അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് എ ലോങ് ക്ലാസ്. ആൻഡ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രസൻറ്റേഷൻസ് ഒക്കെ നിങ്ങൾ യൂട്യൂബിൽസിലും അല്ലെങ്കിൽ അങ്ങനെ പല പ്ലാറ്റ്ഫോംസിലും നമ്മൾ നല്ല സ്പീച്ചസ് ഒക്കെ കാണാറുണ്ടല്ലേ. ഈ സ്പീച്ചസിലൊക്കെ ആ സ്പീക്കർ നല്ല ഡെലിവറി സ്കിൽസ് ഉള്ള ആളാണെങ്കിൽ അവർ തീരെ സിമ്പിൾ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്താലും, അവരുടെ ടോപ്പിക്ക് മിനിമൽ ആണെങ്കിൽ പോലും, അവരുടെ കോണ്ടൻറ്റ് മിനിമൽ ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് നേരം ശ്രദ്ധിച്ചിരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെ പറ്റും നമുക്ക്. അതാണ് ഡെലിവറി സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സോ കോണ്ടൻറ്റ് മാത്രം പോരാ, നമ്മളുടെ ഡെലിവറി സ്കിൽസും കൂടെ നല്ലതാണെങ്കിലാണ് നമ്മളുടെ ഓഡിയൻസിനെ നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് കോണ്ടൻറ്റ് കയ്യിലുണ്ടെങ്കിലും നല്ല രീതിയിൽ അത് ഡെലിവർ ചെയ്യാൻ അറിയത്തില്ലാത്ത ഒരാളിൻ്റെ സ്പീച്ച് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ കേട്ടിരിക്കാൻ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. സോ അതുകൊണ്ട് തന്നെ ഡെലിവറി സ്കിൽസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വോയിസ്, ബോഡി ലാംഗ്വേജ് ആൻഡ് കോൺഫിഡൻസ് ഷേപ്പ് ഹൗ യുവർ ഓഡിയൻസ് പെർസീവ്സ് യു. അതാണ്. അപ്പം നമ്മളുടെ വോയിസ്, നമ്മളുടെ ബോഡി ലാംഗ്വേജ്, ഈ വോയിസ് ആൻഡ് ബോഡി ലാംഗ്വേജ് ആണ് നമ്മളുടെ ഡെലിവറി സ്കിൽസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെലിവറി സ്കിൽസിനെ കുറിച്ച് പറയുമ്പോൾ. അതുപോലെ നമ്മളുടെ കോൺഫിഡൻസ്. ഈ 3 കാര്യങ്ങളിൽ നിന്നാണ് ഓഡിയൻസ് നമ്മളെ എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സ്ട്രോങ് ഡെലിവറി മേക്സ് യു എൻഗേജിങ്, ക്രെഡിബിൾ ആൻഡ് മെമ്മറബിൾ. അതാണ്. നല്ല ഡെലിവറി സ്കിൽസ് ഉള്ള ഒരു ആളാണെങ്കിൽ അവരുടെ പ്രസൻറ്റേഷൻസ് ഭയങ്കര എൻഗേജിങ് ആയിട്ടും, ഞാൻ പറഞ്ഞ പോലെ തീരെ സിമ്പിൾ ടോപ്പിക് ആണെങ്കിലും ഇറ്റ് വിൽ ഫീൽ ലൈക്ക് ഇറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും, അവർക്ക് നല്ല രീതിയിൽ അത് ഡെലിവറി ചെയ്യാൻ അറിയാമെങ്കിൽ. അതുപോലെ അത് നമ്മളുടെ ക്രെഡിബിലിറ്റി, നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഒരുപാട് കോണ്ടൻറ്റ് നമ്മളുടെ കയ്യിലുണ്ട്, ബട്ട് ഇഫ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ് ടു പ്രസൻറ്റ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി, ദെൻ നമ്മൾക്കൊരു സെൽഫ് ഡൗട്ടും കൊണ്ടാണ് ആ കോൺഫിഡൻസ് ഇല്ലാത്തത് വരുന്നത്. അപ്പോൾ ഓഡിയൻസിനും നമ്മളുടെ ടോപ്പിക്ക് കാണുമ്പോൾ ഒട്ടും ക്രെഡിബിളായിട്ട് തോന്നണം എന്നില്ല, ജെന്യുവൻ ആയിട്ട് തോന്നണം എന്നില്ല. സോ കോൺഫിഡൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് അല്ലേ. അപ്പം ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നല്ല രീതിയിൽ ഡെലിവർ ചെയ്യുമ്പം നമ്മളുടെ പ്രസൻറ്റേഷനും ക്രെഡിബിളായിട്ട് തോന്നും, എൻഗേജിങ് ആയിട്ട് തോന്നും. ആൻഡ് ഇറ്റ് ടേൺസ് ഇൻഫർമേഷൻ ഇൻറ്റു ഇൻഫ്ലുവൻസ് ആൻഡ് ഇമ്പാക്റ്റ്. യെസ്, യു മൈറ്റ് ഹാവ് സീൻ ഡിഫറെൻറ്റ് ഗുഡ് പ്രസൻറ്റേഴ്സ്. നമ്മളുടെ ചുറ്റുമുള്ള ഒരുപാട് നല്ല പ്രസൻറ്റേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ ഒരു നോർമൽ സ്പീച്ച് നമുക്ക് ഭയങ്കര ഇമ്പാക്റ്റ്ഫുള്ളും ഇൻഫ്ലുവൻസിങ്ങും ഒക്കെ ആവുന്ന അവരുടെ ഡെലിവറി സ്കിൽസിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഓക്കെ, സോ അതൊക്കെയാണ് ഡെലിവറി സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് ഡെലിവറി സ്കിൽസിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഫസ്റ്റ്, ആസ് ഐ സെഡ്, വോയിസ് ആൻഡ് ബോഡി ലാംഗ്വേജ്, ദീസ് 2 ആർ ദി മെയിൻ ആസ്പെക്ട്സ് ഓഫ് ഡെലിവറി സ്കിൽസ്. ആൻഡ് വോയിസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ലെറ്റ്സ് ഡിസ്കസ്. ഫസ്റ്റ്, വോയിസ് മോഡുലേഷൻ. ഓക്കെ, വോയിസ് മോഡുലേഷനിൽ തന്നെ നമുക്ക് 4 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 1 by 1 നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് പിച്ച്. സോ യു നോ വാട്ട് എ പിച്ച് ഇസ്. പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇറ്റ്സ് ആക്ച്വലി എന്താണ് നമ്മളുടെ വോയിസിൻ്റെ ഹയർ ആൻഡ് ലോവർ ടോണിൽ നമ്മൾ എന്താ പറയുമ്പോഴുള്ളതിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത് അല്ലേ, ഹൈ പിച്ച് ആൻഡ് ലോ പിച്ച് എന്ന് പറയുന്നത്. സോ ഈ പിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. പിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരേ പിച്ചിൽ സംസാരിക്കുക എന്നാണോ? അല്ല. ഇത് നമുക്ക് എപ്പോഴും ഒരു ഡിഫറെൻറ്റ് പിച്ചസ് നമ്മൾ യൂസ് ചെയ്യണം. അതാണൊരു നാച്ചുറൽ വേ ഓഫ് പ്രസൻറ്റിങ് അല്ലേ. ആൻഡ് നമ്മൾ പല രീതിയിൽ പല ടോൺ യൂസ് ചെയ്യണം. അങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മൾ ഇതെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് വേണം നമ്മളുടെ ഡെലിവറി അല്ലെങ്കിൽ നമ്മളുടെ സ്പീച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. സോ പിച്ചിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളുടെ ടോൺ എപ്പോഴും നമ്മൾ വേരി ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പോവാം, ഗോ സ്ലൈറ്റ്ലി ഹയർ ഫോർ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ലോവർ ഫോർ സീരിയസ്നെസ്. യെസ്, നമ്മൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് നമ്മൾക്ക് ഓഡിയൻസിനെ പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഹയർ പിച്ച് യൂസ് ചെയ്യാം, ഹൈ ടോണിൽ നമുക്ക് സംസാരിക്കാം. അതേസമയം നമ്മൾ ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ ആ ഹയർ പിച്ചിൽ നിന്ന് യു ഹാവ് ടു ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ടു എ ലോവർ പിച്ച്, ഒരു ലോവർ ടോൺ യൂസ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു തീരെ വോയിസ് കുറച്ച് ലോവർ പിച്ചിലേക്ക് സംസാരിക്കുമ്പോഴത്തേക്കും ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും, ഓക്കെ പിച്ച് കുറഞ്ഞു, വോയിസ് ടോൺ കുറഞ്ഞു, അപ്പോഴത്തേക്കും സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്, സംതിങ് യു ഷുഡ് ബി കോഷ്യസ് ഇനഫ്, സീരിയസ് ആയിട്ടുള്ള എന്താണ് പറയാൻ പോകുന്നത് എന്നൊരു ഇത് വരും. സോ മൊണോട്ടണസ് ആവരുത് നിങ്ങളുടെ പ്രസൻറ്റേഷൻ എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മൊണോട്ടണസ് എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരേ ടോണിൽ പോകുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ സൗണ്ട് ബോറിങ്. നമ്മളുടെ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം, നമ്മളുടെ സ്പീച്ച് കൂടെ നമ്മളുടെ ലാംഗ്വേജ് കൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. സോ ഹയർ ആൻഡ് ലോവർ പിച്ചിൽ സ്വിച്ച് ചെയ്ത് വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ. സോ പിച്ച് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. അനദർ തിങ് ഈസ് പേസ്. പിച്ച് പോലെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പേസ് ആൻഡ് പോസ്. ഐ വുഡ് സേ പേസും പോസും ഉണ്ട്. അതായത് നമ്മളുടെ സ്പീഡ്, നമ്മൾ സംസാരിക്കുന്നതിൽ നമ്മൾ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. സോ ഒരുപാട് ഫാസ്റ്റായിട്ട് ഇഫ് യു ഗോ ടു ഫാസ്റ്റ് ഓഡിയൻസ് വിൽ ബി അൺഏബിൾ ടു ക്യാച്ച് യു ഓർ ഫോളോ യു. നമ്മളെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാവും അവർക്ക്. സോ ഒരു ആവശ്യത്തിനുള്ള ഒരു നോർമൽ പേസ് ഫോളോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഈ പേസിലും വേരിയേഷൻസ് ഉണ്ടാവണം. നമ്മൾ ഭയങ്കര ഇതുപോലെ സീരിയസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് പോസ് ചെയ്ത് സംസാരിക്കാം. ആ ഒരു നോർമൽ പേസിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പോസസ് ഇൻ ബിറ്റ്വീൻ കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, യെസ്. സോ അവോയ്ഡ് സ്പീക്കിംഗ് ടു ഫാസ്റ്റ് ബിക്കോസ് ഓഫ് നെർവസ്നെസ്. അതും ഈ ഫാസ്റ്റായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നെർവസ് ആവുന്നവരുടെ ഒരു ട്രേറ്റുമാണ്. സോ അവോയ്ഡ് ദാറ്റ്. യൂസ് ഡെലിബറേറ്റ് പോസസ് ടു ഹൈലൈറ്റ് കീ പോയിൻറ്റ്സ്. യെസ്, നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പറയുന്നതിന് മുമ്പ് ഒന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പോസ് എന്ന് പറയുന്ന ഒരു അറ്റൻഷൻ ഗ്രാബിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പോസ് ചെയ്തിട്ട് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ് പറയുമ്പോൾ ആൾക്കാരത് ശ്രദ്ധിക്കും. ആൻഡ് ഓരോ ടോപ്പിക്കിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് ട്രാൻസിഷൻ വരുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലോങ്ങർ പോസ് യൂസ് ചെയ്യാം. ഒരു ലോങ് പോസിന് ശേഷം അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെ ഇനഫ് പേസിങ് ആൻഡ് പോസിങ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം ആസ് പാർട്ട് ഓഫ് യുവർ വോയിസ് മോഡുലേഷൻ. ഓക്കെ, എ പോസ് ഈസ് എ പ്രസൻറ്റേഴ്സ് സീക്രട്ട് വെപ്പൺ. അതാണ്. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ്. അതുകൊണ്ട് പേസിങ്ങും പോസിങ്ങും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇനി വോയിസ് മോഡുലേഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മളുടെ വോളിയമാണ്. സോ വോളിയം യു ഷുഡൻ ബി ടു ലൗഡ് ഓർ യു ഷുഡൻ ബി ടു എന്താണ് പറയുന്നത് സൈലൻറ്റ്. രണ്ടിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന രീതിയിലാവണം. നമ്മൾ ഷൗട്ട് ചെയ്യുന്ന പോലെ യു ഷുഡ് ബി ലൗഡ് ഇനഫ് സോ ദാറ്റ് ദ ഓഡിയൻസ് ക്യാൻ ഹിയർ യു. തീരെ സൗണ്ട് കുറവായിരിക്കരുത്. നമ്മൾ ഓഡിയൻസിനെ ഫുൾ കവർ ചെയ്യാൻ മാത്രം നമുക്കൊരു സൗണ്ട് ഉണ്ടാവണം. ബട്ട് ഇറ്റ് ഷുഡൻ ഫീൽ ലൈക്ക് ഷൗട്ടിങ്. നമ്മൾ ഷൗട്ടിങ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ദി വിൽ നോട്ട് ഗെറ്റ് എ ഗുഡ് ഇംപ്രഷൻ. അവർക്കപ്പം ലിസൺ ചെയ്യാനുള്ള ഒരു താല്പര്യം കാണില്ല. ഓക്കെ, ആൻഡ് അത് തീരെ പതിഞ്ഞു ആവാൻ പാടില്ല. എല്ലാവർക്കും ആവശ്യത്തിന് കേൾക്കുകയും വേണം അല്ലേ. യെസ്, സോ ബി ലൗഡ് ബട്ട് നോട്ട് ഷൗട്ടിങ്. യൂസ് വോളിയം ചേഞ്ചസ് ടു എംഫസൈസ് ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ്. അതാണ് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത പോലെ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. പിച്ചും വോളിയമും പേസിങ്ങും ഒക്കെ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് വരുമ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വോളിയം ഹയർ ആക്കുകയും ലോവർ ആക്കുകയും ചെയ്യുക. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ദെൻ അനദർ തിങ് ഇസ് ക്ലാരിറ്റി. ദ വേ യു ഡെലിവർ the way you pronounce the words. ആക്ച്വലി ഡെലിവർ എന്നല്ല, പ്രൊനൗൺസ് ദ വേർഡ്സ്. നമ്മൾ നല്ല കൃത്യമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മളുടെ വാക്കുകളെല്ലാം കൃത്യം പ്രൊനൗൺസിയേഷൻ ആണോ, നമ്മൾ ക്ലാരിറ്റിയിലാണോ സംസാരിക്കുന്നത്, ആൾക്കാർക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളതും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആർട്ടിക്കുലേറ്റ് യുവർ വേർഡ്സ് ക്ലിയർലി. അവോയ്ഡ് ഫില്ലേഴ്സ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഒരു പ്രസൻറ്റർ, നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾ ഒരിക്കലും
അധികം ഫില്ലർ വേർഡ്സ് യൂസ് ചെയ്യില്ല. അതായത് ഇടയ്ക്ക് അവർ ആലോചിക്കാൻ വേണ്ടി, ഫില്ലർ വേർഡ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്, നമ്മൾ ആലോചിക്കുമ്പം യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സ് ഉണ്ടല്ലോ, ലൈക്ക്, യു നോ, ഇങ്ങനത്തെ കുറേ വേർഡ്സ് ഉണ്ട്. ഇതൊക്കെ ഫില്ലർ വേർഡ്സ് ആണ്. നമുക്ക് ഐഡിയാസ് കിട്ടാത്തപ്പോഴും വേർഡ്സ് കിട്ടാത്തപ്പോഴും കയറി വരുന്ന കുറച്ച് വേർഡ്സ് ആണ്. അപ്പോൾ ഈ ഫില്ലർ വേർഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഈ ഫില്ലർ വേർഡ്സ് അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു ഫ്ലുവൻസി ബിൽഡ് ചെയ്യുന്നതാണ്. സോ അത് നമ്മളുടെ കോൺഫിഡൻസിലും റിഫ്ലക്റ്റ് ചെയ്യും. സോ അവോയ്ഡ് ഫില്ലർ വേർഡ്സ്. ദെൻ സ്പീക്ക് സ്മൂത്ത്ലി ആൻഡ് കോൺഫിഡൻ്റ്ലി. സ്മൂത്തായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 4 ആസ്പെക്ട്സ് ആണ് എന്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നമ്മുടെ പിച്ച്, പേസ്, വോളിയം ആൻഡ് ക്ലാരിറ്റി എന്നുള്ള 4 കാര്യങ്ങളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ദീസ് 4 ആർ പാർട്ട് ഓഫ് വോയിസ് മോഡുലേഷൻ. ഇനി വോയിസ് മോഡുലേഷൻ അല്ലാതെ ഇനി നമ്മൾ അപ്പാർട്ട് ഫ്രം അവർ വോയിസ് പിന്നെന്താണ് ഡെലിവറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജ്, ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ്, അതായത് നമ്മളുടെ ബോഡി ലാംഗ്വേജ് വൈസ് നമ്മളെങ്ങനെ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത്. സോ ലെറ്റ്സ് സീ എ ഫ്യൂ ആസ്പെക്ട്സ് ഓഫ് യുവർ ബോഡി ലാംഗ്വേജ് ദാറ്റ് യു ഹാവ് ടു ഫോളോ. സോ ഫസ്റ്റ് വൺ ഇസ് ജെസ്റ്റേഴ്സ്. നമ്മളുടെ ജെസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കണം? നമ്മൾ ഹാൻഡ് കൊണ്ടുള്ള മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫേഷ്യൽ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒക്കെ ജെസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കണം? ഓക്കെ, സോ മീനിങ് ഫുൾ ജെസ്റ്റേഴ്സ്. യൂസ് യുവർ ഹാൻഡ്സ് ടു ഹൈലൈറ്റ് ഐഡിയാസ്. യെസ്, ഇപ്പം നമ്മൾ ഐഡിയാസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം നാച്ചുറലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഹാൻഡ്സ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് വേ ഓഫ് പ്രസൻറ്റിങ്. അതായത് നമ്മൾ ഹാൻഡ് ഫോൾഡ് ചെയ്ത് വെക്കുന്നില്ല, പോക്കറ്റിൽ വെക്കുന്നില്ല, ഇതൊക്കെ എന്താണ് നമ്മളുടെ കോൺഫിഡൻസിനെ കാണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഹാൻഡ്സ് യൂസ് ചെയ്ത് ആവശ്യത്തിന് മാത്രം, ഡു നോട്ട് ഓവർ യൂസ് യുവർ ഹാൻഡ്സ്. ആവശ്യത്തിന് ഹാൻഡ്സ് യൂസ് ചെയ്ത് ഓപ്പൺ ഹാൻഡ്സ് കീപ്പ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് നമുക്ക് ഈ പറയുന്ന പോലെ കൗണ്ട് ചെയ്യുമ്പം ഫിംഗേഴ്സ് യൂസ് ചെയ്യാം, സൈസ് കാണിക്കാൻ വേണ്ടി ഹാൻഡ്സ് യൂസ് ചെയ്യാം. ആൻഡ് മൂവ്മെൻറ്റ്, ഇല്ലസ്ട്രേറ്റിംഗ് മൂവ്മെൻറ്റ്, ഇതിനൊക്കെ നമുക്ക് ഹാൻഡ് മൂവ്മെൻറ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. അവോയ്ഡ് ഓവർ ജെസ്റ്ററിങ്, റാൻഡം മൂവ്മെൻറ്റ്സ്. ഓവർ ജെസ്റ്ററിങ്ങും ചെയ്യാതിരിക്കുക. അപ്പം ദാറ്റ് ഈസ് സംതിങ് പാർട്ട് ഓഫ് ദ ജെസ്റ്റർ യൂസിങ് യുവർ ഹാൻഡ്സ്. ആൻഡ് പിന്നെ എന്താണ് ഫേഷ്യൽ എക്സ്പ്രഷൻ? ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ഫേസ് എങ്ങനെയായിരിക്കണം? എപ്പോഴും ഇറ്റ് ഷുഡ് ബി സ്മൈലിംഗ്. ഒരു സ്മൈലിംഗ് ഫേസ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്ലസൻറ്റ് ആയിട്ടുള്ളൊരു ഓറ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ആംബിയൻസ് ആൻഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ പീപ്പിൾ വിൽ ബി ലൈക്ക് ഹാപ്പി ടു ഹിയർ യു ഇഫ് യു ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓർ എ സ്മൈൽ ഓൺ യുവർ ഫേസ്. അതുപോലെ സീരിയസ് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ യു ക്യാൻ ചേഞ്ച് യുവർ ഫേസ്, ബട്ട് എപ്പോഴും ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് കീപ്പ് ചെയ്യാൻ പറ്റണം. ആൻഡ് യുവർ ഫേസ് ഷുഡ് മാച്ച് യുവർ മെസ്സേജ്. ഡെഫിനറ്റ്ലി അതാണ് സീരിയസ് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. സ്മൈൽ വെൻ അപ്രോപ്രിയേറ്റ്, ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ബിൽഡ്സ് റാപ്പോ. അതാണ് നല്ല രീതിയിൽ സ്മൈൽ ചെയ്ത് ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻസ് എടുക്കുമ്പം ഇറ്റ് ബിൽഡ്സ് എ റാപ്പോ വിത്ത് ദ ഓഡിയൻസ്. ഓക്കെ, യെസ്. സോ സ്മൈൽ ഇസ് അനദർ തിങ്. ഇനി ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മളുടെ മൂവ്മെൻറ്റ്. ഇനി ഹൗ വി മൂവ്. ഓക്കെ, അപ്പാർട്ട് ഫ്രം അവർ ഹാൻഡ്സ് ആൻഡ് അവർ ഫേസ്. പിന്നെ വേറൊരു കാര്യം കൊണ്ട് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ചെയ്യുമ്പോൾ യു ഷുഡ് ഓൾസോ മെയിൻറ്റെയിൻ ഐ കോൺടാക്ട് വിത്ത് ഓഡിയൻസ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ റൂഫിലോട്ടൊന്നും നോക്കി സംസാരിക്കരുത്. ഓൾവേസ് ട്രൈ ടു ലുക്ക് അറ്റ് ദ ഓഡിയൻസ് ഓൺ ദെയർ ഫേസ്, ഓക്കെ, ടു ദെയർ ഐസ്. നൗ മൂവ്മെൻറ്റ് വരുമ്പം എന്താണ്? ഡോണ്ട് പേസ് അൺനെസസറിലി. ഒരുപാട് യു ഷുഡ് നോട്ട് വാക്ക് അറൗണ്ട് ടു മച്ച്. ദാറ്റ് വിൽ ഡിസ്ട്രാക്ട് ദ ഓഡിയൻസ് അറ്റൻഷൻ. സോ ബട്ട് മിനിമം മൂവ്മെൻറ്റ്സ് നമുക്ക് വേണം താനും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓഡിയൻസിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ ചെറിയ മൂവ്മെൻറ്റ്സ് ആവശ്യമുണ്ട്, ബട്ട് നോട്ട് ടു മച്ച്. ആൻഡ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ പറയുമ്പം നിങ്ങൾക്ക് വൺ സ്റ്റെപ്പ് യു ക്യാൻ ടേക്ക് ഫോർവേഡ് ഓർ യു ക്യാൻ ടേക്ക് ലെഫ്റ്റ് ഓർ റൈറ്റ്, ഓരോ സ്റ്റെപ്പ് അങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് ഒരു പുതിയ ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ബോഡി ലാംഗ്വേജ് വൈസ്. ഓക്കെ, മൂവ് ഇൻറ്റൻഷനലി, സ്റ്റെപ്പ് ഫോർവേഡ് ടു എംഫസൈസ് എ പോയിൻറ്റ്, സ്റ്റെപ്പ് ബാക്ക് ടു ട്രാൻസിഷൻ. അതാണ് ഒരു പോയിൻ്റ് എംഫസൈസ് ചെയ്യാൻ നമുക്ക് മുന്നോട്ട് സ്റ്റെപ്പ് ചെയ്യാം, അതുപോലെ പുറകോട്ട് സ്റ്റെപ്പ് ചെയ്ത് മേ ബി നമുക്ക് ട്രാൻസിഷൻ നെക്സ്റ്റ് ടോപ്പിക്കായി എന്ന് പറഞ്ഞ് കാണിക്കാം. അതുപോലെ നമുക്ക് കംപ്ലീറ്റ്ലി ബാക്ക് ടേൺ ചെയ്ത് നിൽക്കാതൊക്കെ ഇരിക്കാം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ടൈമിൽ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമുക്ക് ബോഡി ലാംഗ്വേജ് വൈസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇങ്ങനത്തെ ഒക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ പ്രസൻറ്റേഷൻസിൽ ഫോളോ ചെയ്യുക. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഹാൻഡ്സ് പോക്കറ്റിലിടുന്ന അങ്ങനത്തെ ജെസ്റ്റേഴ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ ഒരു മിനിമം ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. സോ ദീസ് ആർ സം ആസ്പെക്ട്സ് ഓഫ് ദ ബോഡി ലാംഗ്വേജ്. സോ നമ്മളിന്ന് കണ്ടത് എന്താണ്? വോയിസ് മോഡുലേഷൻ ആൻഡ് ബോഡി ലാംഗ്വേജ്. ഇത് രണ്ടും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് നോക്കാം?
കുറച്ച് ജെസ്റ്റേഴ്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഓരോന്നിൻ്റെ മീനിങ് എന്താണെന്ന്. യു ക്യാൻ സി ഓപ്പൺ ആംസ് എന്ന് പറയുമ്പം എ ഗുഡ് വേ ടു ഷോ യു ആർ അപ്രോച്ചബിൾ, എസ്പെഷ്യലി വെൻ കമ്പൈൻഡ് വിത്ത് ഓപ്പൺ ആംസ്. അപ്പം നമ്മൾ ഓപ്പൺ ആംസിൽ സംസാരിക്കുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ്. ദെൻ പാംസ് അപ്പ്, ഓപ്പൺ ഹാൻഡ്സ്, ഡിഫെൻസസ് ഡൗൺ ആൻഡ് ഓപ്പൺ ഹാർട്ട്. ഓക്കെ. ദെൻ പാംസ് ഓൺ ചെസ്റ്റ്, നമ്മൾ ഇടയ്ക്ക് ചെസ്റ്റിലൊക്കെ പാം യൂസ് ചെയ്തൊക്കെ സംസാരിക്കുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് വി ആർ ടേക്കിംഗ് ഇൻ ടു ഹാർട്ട്. ഓർ when a person uses open palms that occasionally touches their chest, they are signaling honesty. Honesty കാണിക്കുന്നവരാണ് കുറച്ചും കൂടെ ചെസ്റ്റിലൊക്കെ ടച്ച് ചെയ്ത് സംസാരിക്കുന്നത്. ദെൻ outward, upward hand movements. This conveys an open and positive message. But folded arms, see, folded arms എന്ന് പറയുമ്പോൾ എന്ത് മീനിങ് ആണ്? ഡിഫെൻസ് മെക്കാനിസം ദാറ്റ് ഷോസ് ദ പേഴ്സൺ ഇസ് നോട്ട് ഓപ്പൺ ടു വാട്ട് ഇസ് ബീങ് സെഡ് ഓർ ഡൺ. യെസ്, അപ്പോൾ നമ്മൾ ഭയങ്കര സ്വയം ഡിഫെൻഡ് ചെയ്യുന്നവരാണ്, നമ്മൾ അധികം ബാക്കിയുള്ളൊരു ഒപ്പീനിയൻസ് എടുക്കാത്തവരാണ് എന്നുള്ള ഒരു മെസ്സേജ് കൺവേഡ് ആവും. ദെൻ ഫിസിക്കലി കോൾഡ്, then may mean rejection and also stubborn in their outlook if you fold your hands. Okay, and if you keep your hands tight like this, hands closed, it means you have a closed heart. So എപ്പോഴും നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? ഒരു ഓപ്പൺ ഹാൻഡ് ജസ്റ്റർ ആയിരിക്കണം നമ്മൾ ത്രൂ ഔട്ട്. അതുപോലെ ഫിഡ്ജറ്റിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, പോക്കറ്റിൽ ഇടുന്നത് അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ബോഡി ലാംഗ്വേജും മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. യെസ്, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ്റെയും അതുപോലെ ബോഡി ലാംഗ്വേജിൻ്റെയും പാർട്ടായിട്ട്. യെസ്, ഇത്തരം കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന പ്രസൻറ്റേഷൻ സ്കിൽസിൽ ഡെലിവറി സ്കിൽസിനെ കുറിച്ച്. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രസൻറ്റേഷൻ സ്കിൽസിനെ കുറിച്ച് ഇത് നമ്മളൊരു ചെറിയ ക്യാപ്സ്യൂളായിട്ട് പറഞ്ഞാണ് നമ്മൾ ഡെലിവറി സ്കിൽസിനെ കുറിച്ച്. ഇതിൻ്റെ എലാബറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ വേണമെങ്കിൽ, അതുപോലെ ഇൻ്റർവ്യൂ സ്കിൽസിനെ കുറിച്ച്, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ, നമുക്കൊരു വർക്ക് പ്ലേസിൽ ആവശ്യമായിട്ടുള്ള സ്കിൽസ് എല്ലാം, റെസ്യൂമി ആൻഡ് കവർ ലെറ്റർ ക്രിയേഷൻസ്, പേഴ്സണൽ ബ്രാൻഡ് ക്രിയേഷൻ, അതുപോലെ ജോബ് സെർച്ച് സ്ട്രാറ്റജി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോഴ്സ് നമുക്കുണ്ട്, കരിയർ റെഡിനെസ് ആക്സിലറേറ്റർ. സോ നിങ്ങൾക്ക് അതിന് ജോയിൻ ചെയ്താൽ ഈ ടോപ്പിക്കൊക്കെ നമുക്ക് എലാബറേറ്റ് ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിൻ്റെ സ്പെഷ്യൽ ന്യൂസ് ഉണ്ട്. കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് ഓർ ദോസ് ആർ സ്റ്റിൽ പെർസ്യൂയിങ്, കോമേഴ്സിന് വേണ്ടി നമുക്ക് ഇതേപോലത്തെ ഒരു സ്പെഷ്യൽ കോഴ്സുണ്ട്, ഇംഗ്ലീഷ് ഫോർ കോമേഴ്സ് എന്ന് പറഞ്ഞാൽ. അതിൽ ഈ ജോബ് റെഡിനെസ് അല്ലെങ്കിൽ കരിയർ റെഡിനെസ് ആവശ്യമായിട്ടുള്ള ഇങ്ങനത്തെ സ്കിൽസ് എല്ലാം കവർ ചെയ്ത് സ്പെഷ്യലി കൊമേഴ്സിൻ്റെ ലാംഗ്വേജിൽ, അതായത് കൊമേഴ്സിൻ്റെയും കൂടെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്ത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, അതുപോലെ ഓഡിറ്റ് ആൻഡ് എത്തിക്സ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊമേഴ്സുകാർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു സെപ്പറേറ്റ് കോഴ്സും കൂടി ഉണ്ട്, E4C. അത് ഓൾറെഡി ലോഞ്ച്ഡാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനത്തെ 2 കോഴ്സസും നമുക്കുണ്ട്, ഇങ്ങനത്തെ കൂടുതൽ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. ഓക്കെ, യെസ്, സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ടുഡേ. ഹോപ്പ് യു ഓൾ വിൽ റിമെമ്പർ ദീസ് ടിപ്സ്. ഡെലിവറി നിങ്ങൾ പ്രസൻറ്റേഷൻസ് ചെയ്യുമ്പോൾ ഇതെല്ലാം ആലോചിച്ച് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ലെറ്റ്സ് മീറ്റ് ഇൻ അനദർ ക്ലാസ് വിത്ത് അനദർ ടോപ്പിക്. താങ്ക് യു.